പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവ സന്നിധിയിൽ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുന്നു, കരങ്ങൾ കൂപ്പി ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോടു മത്സരിക്കുന്നു. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോടു മത്സരിക്കുന്നു. ജീവിക്കുന്നവനായ ദൈവമേ, അങ്ങയുടെ സന്നിധാനം വിട്ട് എത്രയോ അകലങ്ങളിൽ ഈ ലോകത്തിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി മാറി. പിതാവേ, പിതാവേ, തിരിച്ചറിയാൻ സഹായിക്കണമേ. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ,
പിതാവേ വഷളായി നടക്കുന്നവർ ആബാ പിതാവേ ദൈവമാരെന്നറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോടു മത്സരിക്കുന്നു, അവർ എന്നോടു മത്സരിക്കുന്നു, അവർ എന്നോടു മത്സരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും, വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും, ഒരുങ്ങിയവരും ഒരുങ്ങാത്തവരും, സർവ മക്കളും ഇപ്പോൾ മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് ഈ പ്രാർത്ഥനാ ടീമിനോട് ചേർന്ന് ഏക മനസ്സോടെ സ്വർഗീയ പിതാവിനെ, നമ്മുടെ സ്വർഗീയ അപ്പനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ട് തുറന്ന് പിടിക്കുക, കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. ആബാ പിതാവേ എന്ന് അച്ഛൻ പറയുമ്പോൾ ഓരോ മക്കളും അവരവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. ആബാ പിതാവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഹൃദയഭാരങ്ങളെല്ലാം സമർപ്പിച്ച് ആബാ പിതാവേ, അപ്പാ, ആബാ പിതാവേ, അപ്പാ, ആബാ പിതാവേ, പിതാവേ. അപ്പാ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ, 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 അബ്ബാ ഫാദർ, അബ്ബാ ഫാദർ, അബ്ബാ ഫാദർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹപിതാവേ, അങ്ങയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട സർവ്വ കുടുംബങ്ങൾക്കും, അങ്ങയുമായുള്ള ബന്ധം അറ്റുപോയ സർവ്വ ആത്മാക്കൾക്കും ഈ രാത്രി കരുണയുടെ ഒരു സ്പർശനം നൽകണമേ. ഈ നിമിഷങ്ങളിൽ കരുണയുടെ ഒരു പുതപ്പ് കൊണ്ട് പുതപ്പിക്കണമേ പിതാവേ. പിതാവേ, കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, വരുവിൻ നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. യെശയ്യാ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം, യാക്കോബിൻ്റെ ഭവനമേ വരുക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. യാക്കോബിൻ്റെ ഭവനമേ വരുക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം.
ഇന്ന് അനേകം വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയ ദുഃഖമാണ് ദൈവം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം. ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി പരക്കം പാഞ്ഞു, ഒരുപാട് അധ്വാനങ്ങൾ നടത്തി, ഒരുപാട് സൽകൃത്യങ്ങൾ അനുഷ്ഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി. പക്ഷെ ഹൃദയത്തിൻ്റെ ഉൾക്കോണുകളിൽ ദൈവം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ വേദന മനുഷ്യ മക്കളെ പ്രവാചകന്മാരിലൂടെ അറിയിച്ചു. എന്താ നമ്മുടെ സ്വർഗസ്നായ പിതാവിൻ്റെ വേദന? മക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം. യെശയ്യാ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെയും 3-ാമത്തെയും തിരുലിഖിതം, ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് കലഹിക്കുന്നു, അവർ എന്നെ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല, ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല, ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. അപ്പനെ അറിയാത്ത മക്കളെ കുറിച്ചുള്ള അപ്പൻ്റെ വേദനയാണിത്. പ്രിയപ്പെട്ട മക്കളെ, ഈ വേദന എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് സ്വർഗസ്വനായ പിതാവിൻ്റെ ഹൃദയത്തിലുണ്ടോ? ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞോ? ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നുവോ? എൻ്റെ പിതാവ് ആരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്? ദൈവം ആരെന്നാണ് നമ്മുടെ വിചാരം? ഒരുപാട് പേര് ദൈവത്തെ ഏതോ ഒരു വിദൂര ഗ്രഹത്തിൽ ഇരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായി ചിലർ ദൈവത്തെ പരിഗണിക്കുന്നു. വേറെ ചിലർ ദൈവം എന്ന കാര്യത്തെക്കുറിച്ചേ പരിഗണിക്കുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വിധം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട ഹൃദയങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, എന്നാൽ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, മക്കളെ, യാക്കോബിൻ്റെ ഭവനമേ വരിക. ദൈവം വിളിക്കുകയാണ് ദൈവത്തിൻ്റെ അരികിലേക്ക്. ദൈവം വളരെ വളരെ സ്വീറ്റായ ദൈവമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. വളരെ സ്വീറ്റായ ദൈവം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ലാവോദീക്കയിലെ സഭയിലെ ദൂതനെ എഴുതുക എന്ന് പറഞ്ഞ് എഴുതിച്ച ദൈവവചനം. വെളിപാടിൻ്റെ പുസ്തകം 3:20, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് കൂടെ അകത്ത് പ്രവേശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ദൈവത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പെടുത്തലാണത്. ദൈവം വളരെ നല്ലവൻ. ദൈവത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ദൈവം എൻ്റെ അപ്പൻ. ജെറമ്യാ പ്രവചനത്തിൽ 31-ാം അധ്യായം 9-ാം വാക്യം, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അവരുടെ പാത സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഞാൻ ഇസ്രായേലിന് പിതാവിനെ പോലെ എന്നല്ല, ഞാൻ പിതാവ്, ഞാൻ അപ്പനാണ്, ഞാൻ ഇസ്രായേലിൻ്റെ അപ്പനാണ്. എന്നെയും നിങ്ങളെയും തൊട്ട് ഓരോരുത്തരെയും തൊട്ട് പറയുകയാണ്, അകൃത്യഭാരം ചുമക്കുന്ന ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതികളായി ദൈവത്തെ അറിയാതെ നടക്കുന്ന തൻ്റെ പ്രിയ മക്കളെ തൊട്ട് പറയാണ്, മകനെ, മകളെ, ഞാൻ നിന്റെ അപ്പനാണ്. ഹൃദയത്തിൽ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും നിറഞ്ഞ, കണ്ണുനീരൊപ്പുന്ന, മാറോട് ചേർക്കുന്ന സ്വർഗത്തിലെ അപ്പൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തെക്കുറിച്ച് ഭയത്തിലിരിക്കുന്നവർ, ഈ ദൈവത്തെക്കുറിച്ച് വളരെ അകലം പാലിക്കുന്നവർ, ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയപ്പെടുന്നവർ, ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത് വലിയ നഷ്ടവും കഷ്ടമായി കരുതുന്നവർ, ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഭാരമായി തോന്നുന്നവർ, എല്ലാ മക്കളും അറിയണം,
എൻ്റെയും നിങ്ങളുടെയും അപ്പൻ എന്ന നിലയ്ക്ക് ഞാനും നിങ്ങൾ വേദനയോടെ ചെന്ന് അപ്പാ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. അഭിഷേകാഗ്നി വചനം കേട്ടപ്പോൾ ഒരു പോസ്റ്റിലിടിച്ച് കാല് വട്ടം മുറിഞ്ഞൊരു മകൻ ദൈവത്തിങ്ങളെ തിരിഞ്ഞ് അപ്പാ യേശുവേ പിതാവേ എന്ന് വിളിച്ചപ്പോൾ ആ വിളി കേട്ട ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഒരു സെക്കൻഡ് നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങൾ പാലക്കയം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇനി 4-ാം ക്ലാസ്സിലേക്ക്. അവൻ സ്കോളർഷിപ്പ് പരീക്ഷ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 19-ാം തീയതി സൈക്കിളിൽ നിന്ന് വീണ് വലത്തെ കാല് വട്ടം ഒടിഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, അല്ലാതെ കൂടില്ല, കമ്പി ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്തായാലും പിന്നെ ഡോക്ടർ പറഞ്ഞു വളരുന്ന പ്രായമല്ലേ, അതുകൊണ്ട് കമ്പി വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 മാസം അവൻ ഇരുന്ന ഇരിപ്പിൽ ഇരുന്നു. അങ്ങനെ അഭിഷേകാഗ്നി ഞങ്ങളെല്ലാ 8:30-ക്കുള്ള അഭിഷേകാഗ്നി ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങൾ ഭക്തിയോടുകൂടി ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഇവൻ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. കുട്ടിയല്ലേ, പല കാര്യം നോക്കാനുണ്ടാവും. ഒരു ദിവസം ഇങ്ങനെ അഭിഷേകാഗ്നി വന്നപ്പോൾ അവൻ ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അസ്ഥി ഒടിഞ്ഞവരെ ഒക്കെ പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, അവരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു അമ്മേ അത് എനിക്ക് വേണ്ടി പറഞ്ഞതാ അച്ഛൻ, അത് എനിക്ക് വേണ്ടി പറഞ്ഞതാണെന്നും പറഞ്ഞ് പെട്ടെന്ന് അവൻ പ്രാർത്ഥിച്ചു. എന്തായാലും പിറ്റേ ദിവസം തൊട്ട് അവൻ നടക്കാൻ തുടങ്ങി. അതുവരെ അവൻ നടക്കില്ല. 3 മാസമായിട്ട് ഇങ്ങനെ കാലിങ്ങനെ നീട്ടി 90 ഡിഗ്രിയാണോ 160 ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെന്തായി ഈ ടി വിയിൽ പറഞ്ഞത് അഭിഷേകാഗ്നിയുടെ സമയത്ത് ഒടിഞ്ഞ അസ്ഥികൾ കർത്താവ് കൂട്ടി യോജിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു അമ്മ അത് എനിക്ക് വേണ്ടി പറഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആൾ എഴുന്നേറ്റ് നടന്നു. ഇത്രയും കാലം വെച്ച് നീ എന്നാലും നിന്നെ സമ്മതിക്കണം കേട്ടോ, യാതൊരു കുഴപ്പമില്ലാതെ ഒടിഞ്ഞ കാര്യമായിട്ട് പിറ്റേ ദിവസം തന്നെ ഒറ്റ നടന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ധൈര്യമായിട്ട് നടന്നോളാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ കൂടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അസ്ഥികൾ തമ്മിൽ കത്തി കൂടി എന്നാണ് പറയുന്നത്. ശരിക്കും പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് തന്നെ കത്തിക്കൂടി. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുമകൾക്കും ചെറിയ കൊച്ചിനും അതുപോലെ തന്നെ അത് ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ചെവിയിൽ കൂടെ വന്ന് എന്തുണ്ടായത് നീ ഒന്ന് പറഞ്ഞേ, എന്തുണ്ടായത്? നിന്റെ പേര് പറ. മൈക്ക് നീ കൈപ്പിടിച്ചേ, നിന്റെ മൈക്ക് നീ കൈപ്പിടിച്ചേ, നിന്റെ ഭാരം നീ തന്നെ എടുക്ക്. നിന്റെ പേര് പറ. സെലസ്റ്റിൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 3-ാം ക്ലാസ്സിലാണോ? അച്ഛനെ പേടിയുണ്ടോ? നല്ല കുട്ടി, പേടിയില്ലാത്ത കുട്ടികൾ നല്ല കുട്ടികൾ. ഇനി നിനക്ക് എന്തുണ്ടായെന്ന് പറ. കാലൊടിഞ്ഞോ? എന്താ, എങ്ങനെ കാലൊടിഞ്ഞ? സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് വരുമ്പോ പോസ്റ്റിൽ പോയി ഒറ്റയിടി. പോസ്റ്റ് റോഡിൽ തല ഇഷ്ടം പോലെ ഉണ്ട്. ആ പോസ്റ്റ് നേരെ പറ്റ നീ ഓടിച്ചോണ്ട് പോയാലോ. എന്നിട്ട് പോസ്റ്റ് ചെയ്ത് ഇടിച്ച് അപ്പം കാലടിച്ച് വീണു അല്ലേ? അപ്പോൾ ഒടിഞ്ഞ്. പിന്നെന്താ ഉണ്ടായത്? 3 മാസം ഇരിപ്പായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിനക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു, കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അഭിഷേകത്തിന് കണ്ടത്. ഇനി അഭിഷേകത്തിന് കാണുമ്പോൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് അഭിഷേകത്തിൻ്റെ സമയത്ത് ഇങ്ങനെ അസ്ഥി ഒടിഞ്ഞ അസ്ഥികൾ കൂടി യോജിക്കണമെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നീ വിശ്വസിച്ച് എന്നിട്ട് പിറ്റേ ദിവസം നടന്നങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഈശോ അതേമാതിരി സുഖപ്പെടുത്തി. നീ ഒരു മിടുക്കനാ കേട്ടോ. നിനക്ക് ഇനി അഭിഷേകത്തിന് കാണുമോ? കാണണം കേട്ടോ. പ്രൈസ്. അപ്പോൾ 3 മാസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. സ്കൂളിൽ പോയില്ല. ഓ, ഇനിയൊക്കെ പോയി നന്നായി പഠിച്ചോ കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ദൈവം നമ്മുടെ അപ്പനാണ്. പേടി കൂടാതെ, ഭയം കൂടാതെ പിതാവിൻ്റെ പക്കലേക്ക് ഓടിച്ചെല്ലാം. എന്ത് കാര്യവും പിതാവിനോട് പറയാം. പിതാവേ, സൈക്കിളിരിച്ച് എൻ്റെ കാല് വട്ടമൊടിഞ്ഞ് കിടക്കുക, ഇതൊന്ന് സുഖപ്പെടുത്തി തരണം. നമുക്ക് പിതാവിനോട് നേരിട്ട് സംസാരിക്കാം. പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിൽ അത് പറയാം, പിതാവേ എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പിതാവ് അത് കേൾക്കും. ആ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു മറുപടി സ്വർഗത്തിൽ നിന്ന് പിതാവ് തരും.
വെളിപാടിൻ്റെ പുസ്തകം 3:20 തന്നിരിക്കുന്ന വാഗ്ദാനം വെറുതെ അല്ല, അതൊരു വാഗ്ദാനമാണ്. വെളിപാട് 3:20 പറയാണ്, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഓരോ മകൻ്റെയും മകളുടെയും അടുക്കൽ വാതിക്കൽ നിന്നും, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോട് കൂടെ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കും, ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിക്കുകയും ചെയ്യും. ഒരുമിച്ച് വാസം ചെയ്യുന്നൊരു ദൈവം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് സഞ്ചരിക്കുക, ഒരുമിച്ച് വസിക്കുക, ഒരുമിച്ച് ഇരിക്കുക. അങ്ങനത്തെ ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു വ്യക്തിബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് നമുക്കും ദൈവവും തമ്മിൽ സാധ്യമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സർവ്വ കാര്യങ്ങളും പറയുക. നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു നെടുവീർപ്പ് വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു വേദന വന്നാൽ, ആ വേദനയെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു ദിവസം സോളമൻ എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടി പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും 70% കൊടുത്ത് മാർക്ക് കിട്ടിയിട്ടില്ല. A+ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എന്നാൽ അത് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ നല്ല ദൈവത്തെക്കുറിച്ചുള്ള വലിയ വലിയ ദർശനങ്ങളും ബോധ്യങ്ങളും പരിശുദ്ധാത്മാവ് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് കൊടുത്തു. ആ കുട്ടി ഒരു ടേബിൾ എടുത്ത് അതിൽ വെള്ളവിരി വിരിച്ചിട്ട് പുസ്തകങ്ങളെല്ലാം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പേര് സോളമൻ, എൻ്റെ വീട് പാലായിലാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് SSLC എഴുതിയത്. അപ്പോൾ പരീക്ഷ 10ാം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് പോലും ഒരു A+ പോലും ഇല്ലായിരുന്നു. നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കും, പക്ഷേ A+ ഒന്നും ഇല്ല. എന്തൊക്കെ പരിശ്രമിച്ചാലും 70% മേളിലേക്ക് പോകില്ലായിരുന്നു മാർക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പരീക്ഷ എടുത്തു. അപ്പം പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങുന്നു. ഞായറാഴ്ച ഞാൻ അഭിഷേകാഗ്നി രാത്രി കാണുകയാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ TV-യുടെ ഫ്രണ്ടിൽ ടേബിൾ ഇട്ടിട്ട് എല്ലാ പുസ്തകങ്ങളും പേനയും ബോക്സും എല്ലാം തുറന്നു വെച്ച് അവിടെ വെച്ചു. TV-യുടെ അത് നല്ലൊരു ശുശ്രൂഷയാണ്. TV-യുടെ ഫ്രണ്ടിൽ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് അലങ്കരിച്ച് വെച്ച്, കർത്താവേ ഇതെല്ലാം എൻ്റെ സാധനങ്ങളാണ്, ഇതെല്ലാം അങ്ങ് കാണണം, ദയവ് ചെയ്ത് അനുഗ്രഹിച്ച് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഒരു സറണ്ടർ ചെയ്യണുണ്ടല്ലോ, സറണ്ടർ ചെയ്ത്. അത് അന്നും അച്ഛൻ പ്രാർത്ഥിച്ചത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അന്ന് പിന്നെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷ റിസൾട്ട് വന്നപ്പോഴത്തേക്കും 70% നിന്നും കർത്താവ് എന്നെ 96% ഉയർത്തി. എൻ്റെ മകനെ എന്തേ കേൾക്കണത്? ഒരു A+ പോലും ഇല്ലാതിരുന്ന എന്നെ 8 A+. എനിക്ക് ഏറ്റവും പാടുള്ള വിഷയം കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിക്ക് കർത്താവ് എനിക്ക് A+ വന്ന് അനുഗ്രഹിച്ചു. 8 A+ഉം 96% മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് ആ SSLC പരീക്ഷ വരെ ഒരു A+ കാണാൻ കൊതിച്ച കുട്ടിയാണ്. പലർക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത് കേട്ടിരിക്കുന്നറിയോ, ബാക്കിയെല്ലാത്തിനും 10ാം ക്ലാസ് SSLC പരീക്ഷ വരെയൊക്കെ A+ ആയിരിക്കും എല്ലാവർക്കും. SSLC പരീക്ഷയ്ക്ക് പലർക്കും പല റിസൾട്ട് മോശമായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇത് കുട്ടികളുടെ നേരെ തിരിച്ചു. കുട്ടി നല്ല വിശ്വാസത്തിൻ്റെ ശുശ്രൂഷ അങ്ങോട്ട് ചെയ്തു. എന്ത് വചനപ്രകടനം നടക്കുമ്പോൾ മേശയ്ക്ക് ഇട്ട് അലങ്കരിച്ച് വെളുത്തുള്ള തുണിക്ക് വിരിച്ച് അതിൻ്റെ മുകളിൽ ഇത് കെമിസ്ട്രി, ഇത് കണക്ക്, ഇതെൻ്റെ പേന, ഇതെൻ്റെ എന്താ ഫിസിക്സ്, ഇങ്ങനെ ഓരോന്നങ്ങോട്ട് വെച്ച് ഇതെല്ലാമാണ് ബുദ്ധിമുട്ടുള്ളത്, ബാക്കിയും ബുദ്ധിമുട്ട് തന്നെ എന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്, എന്നിട്ട് ബ്ലെസ്സിങ് കർത്താവിൽ അങ്ങോട്ട് സ്വീകരിച്ച് പോയി അങ്ങോട്ട് എഴുതി. തലേ ദിവസമാണത് ചെയ്തത്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം പോയി പരീക്ഷയും എഴുതി. കർത്താവ് 96% മാർക്ക് ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ച്. സോളമാ സോളമന് സന്തോഷമായിരുന്നോ? സോളമന് ഭയങ്കര സന്തോഷമായത്. ഇത് ഈശോ നേരിട്ട് കൊടുത്തൊരനുഗ്രഹമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഓരോ കണ്ണുനീരിലും ഇടപെടുന്നതിലും നമ്മളെ അതിൽ നിന്ന് കരകയറ്റുന്നതിലും ആഹ്ലാദിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എന്നാൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ കളവതച്ചിരിക്കുക. പ്രാർത്ഥിക്കുന്നത് ഭാരം, ദൈവത്തെ അന്വേഷിക്കുന്നത് ഭാരം, ആത്മീയ വഴികളിൽ പോകുന്നത് നമുക്ക് മോശം, അതിന് ടേസ്റ്റ് തോന്നുന്നില്ല. യെശയ്യാ പ്രവചനത്തിൽ 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ ദൈവമായ കർത്താവിൻ്റെ നമ്മുടെ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ്. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക,
ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനെ അറിയുന്നു, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല. എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ഈ നിമിഷം ദൈവമായ കർത്താവ് തൊട്ട് വിളിക്കുകയാണ്, വരിക യാക്കോബിന്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ കുറച്ചു നേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ഇങ്ങനെ അരുളി ചെയ്തു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശു ഉള്ളിടത്ത് പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. യേശുവും പിതാവും പരിശുദ്ധാത്മാവും ഒന്നാണ്. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് ആബാ പിതാവേ, ആബാ പിതാവേ എന്ന് വീണ്ടും ആവർത്തിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹൃദയത്തിൽ നിന്ന് ഒരുപാട് ഭാരങ്ങൾ ഒഴുകിപ്പോയി. അത്ഭുതകരമായ ഹീലിംഗ് കർത്താവ് സമൂഹത്തിലേക്ക് ചൊരിയുന്നു. അനേകം നാളുകളായുള്ള ഏകാന്തത, അനാഥത്വം, ഇവയിലേക്കെല്ലാം ആത്മീയമായ ദുഃഖങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. ശരീരത്തിൻ്റെ രോഗങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. കൈകൾ ഉയർത്തി ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. സർവരും ഒന്നിച്ചു ചേർന്ന് ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ. ആബാ പിതാവേ, പിതാവേ. ഹൃദയം തുറന്ന് കൈകൾ ഉയർത്തി ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആബാ പിതാവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് അത്ഭുതങ്ങൾ ചൊരിയപ്പെടുന്നു. പിതാവേ, പിതാവേ, ആബാ പിതാവേ, അപ്പാ, ആബാ പിതാവേ, പിതാവേ. ഹൃദയം നുറുങ്ങി വിളിച്ച് അപേക്ഷിക്കുന്നു. പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആബാ പിതാവേ, പിതാവേ. ആനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്കേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്,